സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മതപരമായ രീതിയിൽ എല്ലാ സർവ്വ മതസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അത് അദ്ദേഹം വളരെ പ്രയത്നിച്ച് നമ്മുടെ കുറിയിലോ പുതിയ ആറന്മുള ഭഗവാന്റെ പിറന്നാൾ സദ്യ ഉണ്ണാനുള്ള യാത്രയിൽ നദിയിൽ വീണ് മരിച്ച അമരക്കാരന്റെ കണ്ണീരോർമ്മയിൽ കുറിയന്നൂർ പള്ളിയോട കരയോഗം. തോട്ടത്തിൽ മഠത്തിൽ ജോസഫ് തോമസ് എന്ന സണ്ണിസാറിന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹം അവസാനമായി ഉപയോഗിച്ച അടനയമ്പ് മനോഹരമാക്കി കുടുംബത്തിന് സമ്മാനിച്ചു. ആറന്മുള പള്ളിയോട കരകളുടെയാകെ മതസാമുദായിക സൗഹാർദ്ദം വിളിച്ചോതുന്നതായിരുന്നു ഓർമ്മ കൂട്ടായ്മ. പതിറ്റാണ്ടുകളായി തോട്ടത്തിൽ മഠത്തിൽ കുടുംബാംഗങ്ങൾ കുറിയന്നൂർ പള്ളിയോടത്തിലെ തുഴക്കാരാണ്. ജോസഫ് തോമസ് മാഷിന്റെ പിതാവ് ടി.എ. ജോസഫും കുറിയന്നൂർ പള്ളിയോടത്തിന്റെ പ്രധാന തുഴച്ചിൽക്കാരിൽ ഒരാളായിരുന്നു. അധ്യാപകനായിരുന്ന ജോസഫ് തോമസ് കഴിഞ്ഞ വർഷം അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ പങ്കെടുക്കാനായി പോകുമ്പോഴാണ് നദിയിൽ വീണ് മരിച്ചത്. പള്ളിയോടത്തിന്റെ അമരത്തിരുന്ന അദ്ദേഹം ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് സത്രക്കടവിന് സമീപം വച്ച് നദിയിൽ വീഴുകയായിരുന്നു. ജോസഫ് തോമസ് മാഷിന്റെ വേർപാട് പള്ളിയോട കരയോഗത്തിന് നികത്താനാകാത്ത നഷ്ടമാണെന്ന് കരയോഗം സെക്രട്ടറി സഞ്ജീവ് കുമാർ പറഞ്ഞു. കുറിയന്നൂർ പള്ളിയോടത്തിലെ സജീവ പ്രവർത്തകനായിരുന്ന ജോസഫ് തോമസ് സണ്ണിസാർ എന്നറിയപ്പെടുന്ന തോട്ടത്തുമഠത്തിൽ അദ്ദേഹത്തിന്റെ വേർപാട് വളരെ ദുഃഖത്തിൽ ആയിരുന്നു ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലം. ഇപ്പോൾ ഒരു വർഷമാകാൻ പോവുകയാണ്. ഈ അഷ്ടമിരോഹിണി നാൾ ഒരു വർഷം തികയുകയാണ്. അപ്പോൾ അതിനു മുമ്പായി തന്നെ അദ്ദേഹം പിടിച്ചിരുന്ന അടനയമ്പ് അത് ആ സമയത്ത് അത് പിടിച്ച് അദ്ദേഹം മരിക്കുന്ന വെള്ളത്തിലേക്ക് വീഴുന്ന സമയത്ത് അത് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ശരിയാക്കി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് തന്നെ നൽകുവാനാണ് അത് തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മതപരമായ രീതിയിൽ എല്ലാ സർവ്വ മതസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അത് അദ്ദേഹം വളരെ പ്രയത്നിച്ച് നമ്മുടെ കുറിയന്നൂർ പുതിയ പള്ളിയോടം പണിയുന്ന സമയത്തൊക്കെ അത് വളരെ വർഷങ്ങളായി നമ്മുടെ പള്ളിയോടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു കുടുംബമാണ്. അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്നു ആദ്യകാലങ്ങൾ അടനയമ്പ് പിടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അദ്ദേഹത്തിന് വാർദ്ധക്യമായ അസുഖം വന്നതിന് ശേഷമാണ് അദ്ദേഹം മകനായ സണ്ണി ഈ അടനയമ്പ് പിടിക്കുകയും ഈ വള്ളത്തിൻ്റെ സജീവ സാന്നിധ്യമായി പണി സമയത്തൊക്കെ വളരെ സജീവമായി പ്രവർത്തിച്ച ഒരാളാണ്. പള്ളിയോട സേവാ സംഘം തുഴച്ചിൽക്കാർക്കായി ഏർപ്പെടുത്തിയ 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുകയും പള്ളിയോട കരയോഗത്തിൽ നിന്നും 1 ലക്ഷം രൂപയും കുടുംബത്തിന് കൈമാറി. ഈ വർഷം മുതൽ ഉത്രട്ടാതി ജലമേളയ്ക്ക് ജോസഫ് തോമസിന്റെ പേരിൽ ഒരു ട്രോഫി ഏർപ്പെടുത്തുമെന്നും സഞ്ജീവ് കുമാർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വേർപാട് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിൽ വളരെ ദുഃഖം ഉണ്ട്. അതിനകത്ത് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹം പിടിച്ചിരുന്ന നയമ്പ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കൈമാറുന്ന ചടങ്ങാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ പള്ളിയോട സേവാ സംഘത്തിൽ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ കൊടുക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ പള്ളിയോട സേവാ സംഘത്തിൽ നിന്ന് 1 ലക്ഷം രൂപ മരിച്ച ഏകദേശം ഒരു 15-20 ദിവസത്തിന് ശേഷം അത് പള്ളിയോട സേവാത്തിന് നൽകിയിട്ടുള്ളതുമാകുന്നു. ജോസഫ് തോമസിന്റെ പിതാവ് ടി.എ. ജോസഫിന്റെ നേതൃത്വത്തിൽ കുടുംബാംഗങ്ങളും ബന്ധുക്കളും ചേർന്ന് കരക്കാരെ വീട്ടിൽ സ്വീകരിച്ചു. എൻ്റെ മകന് ആവശ്യമാസ 26 അഷ്ടമിരോഹിണിയാണ് അപകടം മരിച്ചു. ഞാൻ കുടുംബമായി സഹോദരൻ പ്രയാസം എന്നെ അവൻ ഒരിക്കലും വിലക്കിയതില്ല. അവനെ ഞാൻ ഒരിക്കലും ആ പ്രയാസത്തിൽ കുടുംബമായി ഞങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർത്ത് ആശ്വസിപ്പിക്കുന്നത്. ദൈവമേ ഭാവി കാര്യങ്ങളിൽ ദൈവത്തിൽ ദൈവകൃപയാൽ ഞങ്ങൾ ആശ്വാസം കാണിച്ചു മുൻപോട്ടുവാൻ ഇത്രത്തോളം അനുഗ്രഹിച്ച് സഹായിച്ചു കാവുവിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. തങ്ങളുടെ തീരാദുഃഖത്തിൽ പങ്കുചേർന്ന പള്ളിയോട കരക്കാരോട് നന്ദിയുണ്ടെന്നും അടനയമ്പ് പവിത്രതയോടെ വീട്ടിൽ സൂക്ഷിക്കുമെന്നും ടി.എ. ജോസഫ് പറഞ്ഞു. വിസ്മയ ന്യൂസ്, പത്തനംതിട്ട.